വെൽക്കം ബാക്ക് ടു ലേണിനോ. കീം 2024 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റും കൂടെ ഉണ്ട്. നമ്മുടെ പ്രൊഫൈലില് വെരിഫൈ ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രൊഫൈലില് നമുക്ക് എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളത് വെരിഫൈ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ജൂലൈ 16th വരെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ നേരത്തെ നമുക്ക് മാർക്സ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിട്ടുപോയി, വെരിഫൈ ചെയ്യാൻ വിട്ടുപോയി, എന്താ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്മിഷൻ വരെ കറക്റ്റ് ആയിട്ട് ഓരോ നോട്ടിഫിക്കേഷനും വരുമ്പോൾ അത് ചെയ്ത് പോവുക. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ അപ്ഡേറ്റ് നമ്മൾ യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ നോട്ടിഫിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ നമ്മളെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ യൂസ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാം. ദെൻ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ്. അത് ലൈക്ക് ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ, നേറ്റിവിറ്റി, റിസർവേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്ലെയിം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ട് അവരുടെ ആപ്ലിക്കേഷനിൽ എന്നുണ്ടെങ്കിൽ അതിൽ മെമ്മോ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഡിഫക്ട്സ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഫോട്ടോ, സിഗ്നേച്ചർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. 16/7/2024 വരെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും പോർട്ടലിൽ കയറിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൽ പ്രത്യേകം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് നമുക്ക് കമ്മ്യൂണൽ സ്പെഷ്യൽ റിസർവേഷൻ നമുക്ക് കേരളത്തിന് മാത്രമാണ് അത് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ക്ലിയറൻസ് കാര്യങ്ങൾ ചെയ്യാത്തവരെ ഈ ഒരു റിസർവേഷന് കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ അത് ചെയ്യാം. അതേപോലെ തന്നെ മാർക്സ്, +2ന്റെ മാർക്ക് സബ്മിറ്റ് ചെയ്തവരെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ എന്ന് പ്രത്യേകം ഒന്നും കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫാർമസിയുടെ കേസും. ഇനി NRA ക്ലെയിം ഉള്ളവർക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ, അതിൽ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ലേറ്റർ നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ വരും എന്നും കൂടെയാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറെ അധികം ഡൗട്ട്സ് നമ്മൾ യൂട്യൂബിൽ കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ചില സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി, എന്താ ചെയ്യണം. അപ്പൊ അവർക്കുള്ള ഒരു അവസരമാണിത്. 16th വരെ ചെയ്യാം. സോ ഈ ഒരു ഇത് മിസ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറഞ്ഞത്, നേരത്തെ മാർക്ക് വെരിഫൈ ചെയ്യുന്ന കാര്യത്തിൽ കുറെ പേര് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ വേണം. ഓക്കെ, താങ്ക് യു.